സ്നേഹമുള്ളവരെ, ക്രിസ്തു ജനിച്ചതും വളർന്നതും ക്രിസ്തുമതം വ്യാപകമായതും റോമ സാമ്രാജ്യത്തിലാണ്. റോമ സാമ്രാജ്യം അക്കാലത്ത് ഏറ്റവും കെട്ടുറപ്പുള്ള സാമ്രാജ്യമായിരുന്നു. അതിവിസ്തൃതമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു. അത് നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണം സൈനിക ശക്തിയുടെ ഒപ്പം തന്നെ വളരെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആശയവിനിമയ സംവിധാനമാണ് രാജാക്കന്മാരെയും ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും സൈനികരെയും എല്ലാം ഒരുമിച്ച് ചേർത്തത്. ഇങ്ങനെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി അവരുടെ പ്രജകളിലേക്കോ അവരുടെ ഉദ്യോഗസ്ഥരിലേക്കോ കൊടുത്തുവിടുന്ന കുറിമാനം, ഈ കുറിമാനം കൊടുത്തുവിടുന്ന അതും കൊണ്ട് പോകുന്ന ആളുകൾക്ക് പറഞ്ഞിരുന്നത് അപ്പസ്തോലന്മാരെന്നാണ്, അപ്പോസൽസ്. ഒരാളായിരുന്നില്ല, 2 പേരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതേ മാതൃകയിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്. 2 പേരെ വീതം തിരഞ്ഞെടുത്ത് അയച്ചു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. 2 പേരെ വീതം അയക്കുന്നതിന് കാരണം ഈ വാർത്ത ഒരാൾ കേട്ടതുപോലെ ആകണമെന്നില്ല, മറ്റൊരാൾ കേട്ടത് ആശയം തെറ്റാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാവണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്പസ്തോലന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പസ്തോലന്മാർ 12 പേരാണ് എന്ന് നമുക്കറിയാം. ഈ 12 അപ്പസ്തോലന്മാർക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമത്, അവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു എന്നുള്ളതാണ്. മീൻപിടുത്തക്കാരായിട്ടുള്ള പത്രോസും യാക്കോബും അന്ത്രയോസും യോഹന്നാനും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തോമസും ഒരുപക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം അവസാനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മീൻപിടുത്തക്കാരായിരുന്നു എന്നാണ്. അതേപോലെ യേശു ചുങ്കക്കാരുടെ ഇടയിൽ നിന്ന് മത്തായിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവന് നല്ല ഭാഷാവൈദഗ്ധ്യമുണ്ട്, പല ഭാഷകളറിയാം, അവന് കണക്കെഴുതാൻ അറിയാം. യേശു തീഷ്ണമതികളായിരുന്ന യൂദാസ് കറിയോത്തേയും എരിവുകാരനായിട്ടുള്ള തീഷ്ണമതിയായിട്ടുള്ള ശെമിയോനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് സമൂഹത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ നിന്ന് യേശു തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവരൊക്കെ അവരവരുടെ സമൂഹത്തിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ളത് കൊണ്ടും ആരെയും ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടുമൊക്കെ അറിയിക്കണം. ഓരോരുത്തരും അവരവരുടെ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ടാണ് വിളിക്കപ്പെടുന്നത്. രണ്ടാമതാകട്ടെ, അവരെല്ലാവരും ജോലി ചെയ്യുന്നവരായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് തന്നെയാണ് യേശു മിക്കവരെയും വിളിക്കുന്നത്. ജോലി ചെയ്യുക എന്നുള്ളത് സുവിശേഷ പ്രചരണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. യേശു അലസരെയല്ല വിളിച്ചത്. വലിയ ബുദ്ധിമുട്ടേറിയ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരെയാണ് യേശു വിളിച്ചത്. പത്രോസൊക്കെയും ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഒരു രാത്രി മുഴുവൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ എന്തായിരിക്കണം പത്രോസിൻ്റെയും കൂട്ടരുടെയും ക്ഷമ, എന്തായിരിക്കണം അവരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു തീഷ്ണത എന്തായിരിക്കണം. ഒന്നും കിട്ടാതെ ജോലി ചെയ്യാനായിട്ടുള്ള, കൺമുൻപിൽ ഒരു ഫലവുമില്ലാത്ത സമയത്തും ജോലി ചെയ്യാനായിട്ടുള്ള മനസ്സാണ് അപ്പസ്തോലന്മാർക്ക് വേണ്ടതെന്ന് യേശു ചിന്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, യേശു തിരഞ്ഞെടുക്കുന്നത് ഒരു പത്രോസിനെ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ കണ്ടതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു തോമസിനെ കണ്ടതുകൊണ്ടല്ല. ഈ കഴിവും പ്രാപ്തിയും ഒക്കെ വെച്ചിട്ട് അവന് എന്തുമാത്രം വളർത്താനായിട്ട് കഴിയും, അവൻ എത്ര തരത്തിൽ വളരേണ്ടവനാണ് എന്ന് കണ്ടിട്ട്. അതായത് മീൻ പിടിക്കുന്ന പത്രോസിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തനിക്ക് വേണ്ടിയിട്ട് തലകീഴായി കുരിശിൽ മരിക്കുന്ന ഒരു പത്രോസിനെ തന്നെ യേശു കണ്ടത്. ഐക്യപ്പെടാനായിട്ടാണ് വിളിക്കപ്പെടുന്നത്. ഐക്യപ്പെടുന്ന നേരങ്ങളിൽ അവർക്ക് വേണ്ടതായ തീഷ്ണതയുണ്ടാവണം, ജോലി ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും മനസ്സും സ്വാതന്ത്ര്യവും ഉണ്ടാകണം. അതേപോലെ ഓരോരുത്തരുടെയും അവസ്ഥകൾ നിലനിർത്തി, അവരുടെ കഴിവുകൾ നിലനിർത്തി അത് സുവിശേഷവൽക്കരണത്തിനായി ഉപയോഗിക്കുകയാണ് യേശു ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ ഐക്യപ്പെട്ടവരാണ്. നമ്മളൊക്കെയും ഐക്യപ്പെട്ടവർ അനേകായിരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം മൂലം ഐക്യപ്പെട്ട് കയറി വരികയാണെന്ന് വിചാരിക്കുക. എത്രയോ പേര് അവിടെ വരാനായിട്ട് സാധ്യതയുണ്ടായിരുന്നതാണ്. പക്ഷേ അവൾ മാത്രം അവിടെ വരാനുള്ള കാരണം എന്താ? പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഐക്യപ്പെട്ടത് കൊണ്ടാണ്. അവളുടെ കഴിവും അവളുടെ പ്രാപ്തിയും അവളുടെ ശീലങ്ങളും അവളുടെ കുടുംബ പശ്ചാത്തലവുമൊക്കെയാണ്
സുവിശേഷവൽക്കരണത്തിന് ആ കുടുംബത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അവൾ അവിടേക്ക് വരുന്നത്. ഒന്നും യാദൃശ്ചികമല്ല എന്ന് ചുരുക്കം. അതേപോലെ നമ്മുടെ കുട്ടികളൊക്കെയും വിദേശങ്ങളിലേക്കൊക്കെ അയക്കപ്പെടുന്നുണ്ട്. അവരൊക്കെയും ഓരോരോ സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മുടെ ജീവിതാവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന, ജീവിത സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയോഗം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ അവിടെ ആയിരിക്കുന്നത്. അതായത് വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പഴയ ബൈബിളിൽ അഞ്ചൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 നമ്മൾ കാണുന്നുണ്ട്, അഞ്ചൽ ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടായിരിക്കണം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കേരളത്തിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങുന്നത്. തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങുമ്പോൾ പോസ്റ്റ് ഓഫീസിന് ഉപയോഗിച്ചിരുന്ന വാക്ക് എന്താണെന്നറിയോ? അഞ്ചൽ ഓഫീസ് എന്നാണ്. പോസ്റ്റിന് അല്ലെങ്കിൽ എഴുത്തിന് ഉപയോഗിച്ചിരുന്ന വാക്ക് അഞ്ചൽ എന്നുള്ളതാണ്. ഇതുമായിട്ട് എഴുത്തുമായിട്ട് ആളുകൾ ഓടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ അഞ്ചലോട്ടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത്. അഞ്ചൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അതായത് ഇയാൾ കൊടുക്കുന്ന വാർത്ത തെറ്റ്, അതിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണെങ്കിലും സങ്കടകരമായിട്ടുള്ള വാർത്തയാണെങ്കിലും നീ കിട്ടുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഈ വാർത്തയുടെ പേര് തന്നെ. അല്ലെങ്കിൽ വാർത്തയ്ക്ക് അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ അഞ്ചലോട്ടക്കാരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരാണ് നമ്മൾ. എല്ലാവരുടെയും ദൗത്യം ഒന്ന് വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ വേണമെന്ന് ഓരോരുത്തരും അവരവരുടെ ജീവിതസ്ഥിതിയിൽ, അവരുടെ ജീവിതാവസ്ഥയിൽ വേണം തീരുമാനിക്കാൻ. നമുക്കുള്ള എല്ലാ ശേഷികളും ഉപയോഗിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ സകല പശ്ചാത്തലവും ഉപയോഗിച്ച്, നമ്മളൊരു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊന്നും അയക്കപ്പെട്ടില്ല എങ്കിൽ പോലും ഓരോരോ അവസ്ഥകളിലേക്കും ഓരോരോ സാഹചര്യങ്ങളിലേക്കും ഓരോരോ നിയോഗങ്ങളിലേക്കും, ഒരുപക്ഷെ വിദൂരങ്ങളിലോ ഉള്ള വിദേശങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കും അതുമല്ല എങ്കിൽ മറ്റു കുടുംബങ്ങളിലേക്ക് എല്ലാവരും അയക്കപ്പെട്ടവരാണ്. ഒരിടത്ത് തന്നെ നിൽക്കുന്നവരല്ല. നമ്മളൊക്കെയും ചലനാത്മകതയുള്ളവരാണ്. അയക്കപ്പെടുന്നത് മുഴുവനും അറിയിക്കാനാണ്. എന്തറിയിക്കാൻ? അഞ്ചൽ എന്നറിയിക്കാൻ, ഭയപ്പെടേണ്ട എന്നറിയിക്കാൻ. ഇതാ ദൈവം ലോകത്തിലെത്തിയിരിക്കുന്നു, ദൈവം കൂടെയുണ്ട്. അതിനാൽ ഈ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. യേശുവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അനേകായിരങ്ങളിൽ നിന്നാണ്. ഓരോരുത്തരും യേശുവിന് തോന്നി ഇന്ന സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും. ആ ഒരു സ്വപ്നത്തിൽ നിന്നിട്ടാണ് യേശു ഓരോരുത്തരെയും അവരവരുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് വിളിച്ചു ചേർത്ത് തൻ്റെ സമൂഹത്തിലേക്കാക്കി ലോകം മുഴുവനെ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ 12 പേരിൽ നിന്ന് ഇന്ന് 240 കോടിയോളം ആളുകളിലേക്ക് സുവിശേഷം എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മുൻപുള്ള തലമുറ അവർ ഏൽപ്പിച്ച ദൗത്യം അവർ വിജയത്തിലെത്തിച്ചു, പൂർണ്ണതയിലെത്തിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഇന്ന് നമുക്കാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് ഈ വാർത്ത അറിയിക്കൽ നമുക്ക് തുടരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.